ഹലോ, യെസ്, അതെ, ഫൈൻ റീത്ത, താങ്ക് യു. പറയൂ. മീറ്റിംഗ് 6 മണിക്ക് കഴിയും. ഞാൻ മുമ്പ് കാർ ബ്രേക്ക് ഡൗൺ ആയ സ്ഥലം. യെസ്, സെയിം. I'll reach there at 6:30. Sharp 6:30. ടാക്സി അതിനടുത്ത് എത്തിയാൽ വിട്ടോളൂ. 6:30. നല്ല സമയത്താ എത്തിയത്. 1 മിനിറ്റ് കഴിഞ്ഞാ ആള് പറഞ്ഞിട്ടുണ്ടാവും. തിരക്കുണ്ട് കൃഷ്ണമാൻ. എന്താ കാര്യം? ശ്രീദേവിക്ക് അസാരം വേദന തുടങ്ങിയപ്പോ നേഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവിടെ നേരെ വരിക. പോവാ. കൃഷ്ണമാൻ ബസ്സിപ്പിക്കുള്ളൂ. ഞാൻ പിന്നെ വരാം. എനിക്ക് അത്യാവശ്യമായ ചില ജോലികൾ തീർത്തിട്ട് വരാൻ പറ്റൂ. നടന്നോളൂ. ഞാൻ നിന്റെ പിന്നീ കയറിക്കൂടാ. പറഞ്ഞില്ലേ, താൻ വയ്ക്കോ. മാറിയിക്കണോ, അങ്ങോട്ട് മാറിയിക്കണോ, മാറിയിക്കാൻ പറഞ്ഞ കേട്ടേ, മാറിയിക്കണോ. എന്താ സംഭവം? ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. പെണ്ണുങ്ങൾ കാറ് പറപ്പിക്കായിരുന്നു അത്രേ. ലോറിയോട് കൂട്ടിയിടിച്ച് തകിട് പൊടി. ആൾക്കാർക്ക് വല്ലതും പറ്റിയോ? ഓടിച്ചിരുന്ന സ്ത്രീ മാത്രമേ ഉള്ളൂ കാറില്. മദാമയുടെ സ്റ്റൈലിൽ നടക്കുന്ന ഒരു സ്ത്രീ ഇല്ലേ ടൗണില്? സ്വതവേ ഓവർ സ്പീഡാ. ആരാ? ആഫ്രിക്കന്ന് വന്ന് ഹൈസ്കൂളിന്റെ അടുത്ത് വീട് വെച്ചിട്ടില്ലേ അവര്. ആഫ്രിക്ക വന്നോ? ആ, ഇറ്റ്സ് ഓവർ. പിന്നെ ബോധം തെളിഞ്ഞിട്ടില്ല. എന്താവും വരാത്തത്? വേഗം വരാന്നാ പറഞ്ഞത്. ഭാര്യയ്ക്ക് പ്രസവവേദന എടുക്കുമ്പോഴാ അവന്റെ ഒരു തിരക്ക്. ഓപ്പറേഷൻ വേണമെന്ന് ഉറപ്പായോ? 1 മണിക്കൂറും കൂടെ നോക്കി വ്യത്യാസം ഇല്ലെങ്കിൽ സിസേറിയൻ. അമ്മേ, കേശേട്ടൻ വന്നോന്നാ അവള് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ധനിയമ്മ വരൂ.
It's over. It's over. I can't believe it. I can't believe it. I can't believe it. Come up. എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് അനുശോചനം അറിയിക്കേണ്ടതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. എനിക്കും എന്തൊക്കെയോ നഷ്ടം സംഭവിച്ചു മേജർ. തനിച്ചിരുന്ന് ആലോചിച്ച് ഞാൻ കരഞ്ഞുപോയി. സത്യത്തിൽ എന്റെ സ്വന്തം അച്ഛനമ്മയും മരിച്ചപ്പോൾ കൂടി ഞാൻ കരഞ്ഞിട്ടില്ല. എന്തൊരു വാട്ട് എ വണ്ടർഫുൾ ലേഡി. പറയാൻ വാക്കുകളില്ല. മകനെ അറിയിച്ചില്ലേ? കേബിൾ അയച്ചു. പക്ഷേ അവൻ വരില്ല. ഇനി വന്നിട്ടെന്ത്? അവൻ വരില്ല. എന്തൊരു ട്രാജഡി. അടുക്കുന്നവർക്കൊക്കെ പ്രകാശം, മാധുര്യം. പലർക്കും അവളൊരു ഏഞ്ചലിനെ പോലെയായിരുന്നു. സത്യം. She was a bloody bitch. ഒറ്റക്കടയുടെ മുകളിൽ തീർന്നു എന്നറിഞ്ഞാൽ അവൻ എന്റെ മകനെ ആശ്വസിക്കും, ഒരുപക്ഷെ ആഘോഷിക്കും. മേജർ, മരിച്ചുപോയവരെ പറ്റി അങ്ങനെ പറയരുത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ ദുഃഖം. ആഫ്രിക്കൻ അറബിയുടെ യാത്ര പറച്ചിൽ നിന്നെ പഠിപ്പിച്ചത് ആദ്യത്തെ വിസിറ്റിലോ രണ്ടാമത്തെ വിസിറ്റിലോ? രണ്ടാമത്തെ വിസിറ്റിലാവണം. ആവും. തുടക്കം അതായിരുന്നു അല്ലേ? തുടക്കം എപ്പോഴും അതായിരിക്കും. അവളുടെ ആരാധകർക്ക് വേണ്ടി ഒരു ചെറിയ സ്മാരകം പണിയേണ്ടതാണ്. ഒരു ചെറിയ താജ്മഹൽ. പണം ഒരു പ്രശ്നമല്ല. അവളുടെ ആദ്യ കാമുകൻ ഷേക്ക് സമ്മാനിച്ച വൈരക്കല്ലുകൾ വിറ്റാൽ ധാരാളം മതി. കൊല്ലണമെന്ന് വിചാരിച്ചതാണ്. പലപ്പോഴും കഴിഞ്ഞില്ല. അത് അവൾക്കും അറിയാം. ആണിന്റെ മോഹവും ശാപവുമായി പിറക്കും സ്ത്രീവർഗത്തിൽ ചിലർ. 1000-1, 10,000-1. കേണൽ ഡേവിഡ്സണും ഷെയ്ഖ് അൽജാസിയും സെയിൽസ്മാൻ കേശവൻ കുട്ടിയുമെല്ലാം അവരുടെ മുമ്പിൽ വെറും പാവകളായി മാറും. എന്റെ മകൻ ഒരിക്കലും വരില്ല. എങ്ങനെ വരും? അത് മറ്റൊരു കടക്കഥ. ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കൗതുക വസ്തുക്കൾ മുഴുവനും കണ്ടിട്ടില്ലല്ലോ. ആരും കണ്ടിട്ടില്ല. കബീന,
കബീന, ഏഞ്ചൽ, എന്റെ ദേവത എനിക്ക് സമ്മാനിച്ച അപൂർവ വസ്തു കണ്ടിട്ടില്ലല്ലോ. കബീന, സാർജന്റ് സോളമന്റെ നീഗ്രോ ഛായ കുട്ടിക്ക് കിട്ടുമെന്ന് ദേവത കണക്ക് കൂട്ടിയില്ല. അനാഥ ശിശുക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന റീത്ത മുകുന്ദൻ സ്വന്തം സന്തതി വെളിച്ചം കാണാൻ അനുവാദമില്ലാതെ വീട്ടു തടങ്ങിൽ ആരും കാണില്ല. അഥവാ കണ്ടുപോയാൽ ഒരു വേലക്കാരി പെണ്ണ്. സംശയിക്കാത്ത പാവം ഭാര്യയോട് ഒളിച്ചുകളി നടത്താം. പക്ഷെ അവനവനിൽ നിന്ന് എത്ര നാൾ ഒളിപ്പിക്കും? Get out! സ്വന്തം ഭാര്യ പെറ്റോ ചത്തോ എന്ന് നോക്കാൻ നിൽക്കാതെ അനുശോചിക്കാനും വന്നിരിക്കുന്നു. റാസ്കൽ, get out! അച്ഛന്റെ അതേ മുഖാന്നാ എല്ലാരും പറയണേ. ഓപ്പറേഷൻ കേട്ടപ്പോ ആകെ പേടിച്ച് വല്ല അമ്പലത്തിലും പോയിരുന്ന് പ്രാർത്ഥിക്കാന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ധൈര്യം എത്ര കുറവാന്ന് എനിക്കല്ലേ അറിയൂ.